ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPLലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എതിരാളികൾ രാജസ്ഥാൻ റോയൽസ് ആണ്. വരുന്ന 30-ാം തീയതിയാണ് ആ മത്സരം നടക്കുക. ആ മത്സരത്തിന് വേണ്ടിയുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. CSKയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പരിക്കേറ്റ് പുറത്തായ നഥാൻ എല്ലിസിന്റെ പകരമായിക്കൊണ്ട് സ്പെൻസർ ജോൺസനെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരുന്നു. BCCI തന്നെയാണ് ഇക്കാര്യം ഒഫീഷ്യൽ ആയിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ സ്പെൻസർ ജോൺസൺ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ വൈകും എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏപ്രിൽ 20-ാം തീയതിക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക. താരത്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉണ്ട്, അതിന് ക്ലിയറൻസ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു മാസത്തോളം അദ്ദേഹം വൈകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ്, അത് മാറ്റ് ഹെൻറി, സാക്ക് ഫോക്സ് എന്നീ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ട് കിവീസ് താരങ്ങൾ 27-ാം തീയതിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക. ഇതിൽ സാക്ക് ഫോക്സ് നിലവിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ T20 മത്സരം കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ 23-ാം തീയതി ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു ഇൻട്രാ സ്ക്വാഡ് മത്സരം കളിച്ചിരുന്നു, അഥവാ ഒരു പരിശീലന മത്സരം കളിച്ചിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മെയിൻ ബാറ്റിംഗ് ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ ചിലരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഓപ്പണർമാരായിക്കൊണ്ടാണ് ഋതുരാജ് ഗെയ്ക്വാദും സഞ്ജു സാംസണും ആ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. ഇനി 3-ാം നമ്പറിൽ ആയുഷ് മാത്രയായിരിക്കും ഉണ്ടാവുക. 4-ാം നമ്പറിൽ സർഫ്രാസ് ഖാൻ വന്നേക്കും. 5 ഡിവാൾഡ് ബ്രവിസ്, 6 ശിവം ദൂബെ. ഇങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ബാറ്റിംഗ് ഓർഡർ ആയിക്കൊണ്ട് വരിക എന്നാണ് CSKയുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഓപ്പണർ ആയിക്കൊണ്ട് സഞ്ജുവും ഋതുരാജ് ഗെയ്ക്വാദും ഉണ്ടാകും. 3-ാം നമ്പറിൽ ആയുഷ് മാത്രേ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നല്ല രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരൽപ്പമെങ്കിലും ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.